Hi friends, welcome to my channel. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റംസാൻ വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സേമിയാണ്. കുറച്ച് സേമിയ എടുത്ത് ചട്ടിയിൽ നെയ്യൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം സേമിയ. ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും പാലുമാണ്. രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇങ്ങനെ വെള്ളവും പാലും എടുത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യമായിട്ടുള്ള ഏലക്ക ഇട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഏലക്ക ഇടുക. നന്നായിട്ട് കുത്തി പൊട്ടിച്ചതിന് ശേഷം ഈ മിശ്രിതത്തിലേക്ക് ഏലക്ക ചേർക്കുക. ഈ പാല്, വെള്ളം, ഉപ്പ്, പഞ്ചസാര ഈ മിശ്രിതത്തിലേക്ക് ഏലക്ക ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് വെട്ടി തിളക്കുന്നത് വരെ ചൂടാക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഈ സേമിയ ചേർക്കുക. വറുത്ത് വെച്ചിട്ടുള്ള ഈ സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ സേമിയ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള റവ ചേർക്കുക. കുറച്ച് റവ ആവശ്യമാണ് ഇതിന്. ഒരു 2 സ്പൂൺ റവ, 2 വലിയ സ്പൂൺ റവ ചേർക്കുക. ഇങ്ങനെ റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം. റവ മതിയോ? നമുക്കിനി ചേർക്കാനുള്ളത് അണ്ടി മുന്തിരിയാണ്. ഒരു പാത്രത്തിലേക്ക് നെയ്യിട്ട് ചൂടാക്കിയതിന് ശേഷം അണ്ടി വേവിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ അണ്ടി വറുത്തെടുക്കണം. ഇങ്ങനെ അണ്ടി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മുന്തിരി ഇടുക. ഇങ്ങനെ അണ്ടിയും മുന്തിരിയും നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കുക. വിലയില്ലേ? മോലാൻ്റെ കമ്പനിയാണ്. കത്തിച്ചിട്ടില്ലേ? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പായസത്തിലേക്ക് വറുത്ത അണ്ടിയും മുന്തിരിയും ചേർക്കുക. വറുത്ത അണ്ടി മുന്തിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ തിക്നെസ് ഒക്കെ നോക്കിയിട്ട്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് പാകത്തിനുള്ള മധുരമൊക്കെ ആക്കി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. റംസാന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇങ്ങനെ ഈ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. വീഡിയോ മിസ്സാവാതെ കാണണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ നിർബന്ധമായിട്ട് അമർത്തണം. താങ്ക് യു.